ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. ഈ റിസൾട്ട് വരുന്നതിന് മുന്നേ സാറ് പറഞ്ഞിരുന്നു ഈ ബീഹാറിൽ ഒരു വലിയ വിക്ടറി എൻ ഡി എക്ക് ഉണ്ടായാലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളത്. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, ഞാൻ വീഡിയോ തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അത് ഏറെക്കുറെ യാഥാർത്ഥ്യമായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇത്രയും വലിയൊരു വിജയം ഉണ്ടാകാനുള്ള കാരണം അവിടെ? ഷിബിൽ, ഇത് കുറച്ച് 3-4-5 ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ചുരുക്കി പറയുകയാണ്. നിങ്ങൾക്കതിൽ എന്തെങ്കിലും വീണ്ടും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ബീഹാറിലൂടെ ഒരു ദിവസം ഉൾനാടുകളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരാൾക്കറിയാം, അവരുടെ ഒരു കുടുംബത്തിലേക്ക് വീട്ടിലേക്ക് ഒരു 10,000 രൂപ ഏതെങ്കിലും ഗവൺമെൻറ്റുകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വോട്ടുകൾ ഇങ്ങോട്ട് വീഴും. നമ്മൾ 1,21,00,000 പേർക്ക് 12,100 കോടി രൂപ അവർക്ക് ഏതെങ്കിലും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനോ വേണ്ടി ആലോചിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് അതുപോലെ ബീഹാർ ഗവൺമെൻറ് കൂടി കൊടുത്തു. അതിൻ്റെ പേര് തന്നെ മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പദ്ധതി കൊടുത്തു. അതിവിടെ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 7-8 സംസ്ഥാനങ്ങളിലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ലേഖനം. 68,000 കോടി രൂപ ഇതുപോലെ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ആൻറ്റി ഇൻകുംബൻസിയെ മറികടക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൊടുത്തു. അത് വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കും. അതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, 6,000 രൂപയാണ് അവരുടെ 34% പേരുടെ പ്രതിമാസ വരുമാനമെങ്കിൽ അതിൽ 65% പേരുടെ പ്രതിമാസ വരുമാനം 10,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 10,000 രൂപ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഷിബിലി മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരു 50,000 രൂപയോ 1,00,000 രൂപയോ ഒരു ഗവൺമെൻറ് തന്നാൽ പിന്നെ ആ ഗവൺമെൻറ്റിനെതിരെ നമ്മളിനി വോട്ട് ചോരിയെന്നോ വേറെ എന്തെങ്കിലും പറഞ്ഞാലും അത് എന്ത് ചെയ്യൂല, ഏൽക്കൂല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സുശാസൻ ബാബു എന്നാണ് ഈ നമ്മുടെ നിതീഷ് കുമാർ അറിയപ്പെടുന്നത്. കാരണം ഗുഡ് ഗവേണൻസിൻ്റെ ആളായിട്ടാണ്. ആ ഗുഡ് ഗവേണൻസ് കഴിഞ്ഞ് 20 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കറപ്റ്റഡ് അല്ല എന്നുള്ളതാണ്. മനസ്സിലായി. അതിനു മുമ്പുള്ള ലല്ലു പ്രസാദ് യാദവാണെങ്കിലും മറ്റവരാണെങ്കിലും ഒക്കെ കാലിത്തീറ്റ കുംഭകോണവും നിരവധി കുംഭകോണങ്ങൾ കണ്ടിട്ടുള്ള ഒരു നാടാണ്. അപ്പോൾ കറപ്റ്റഡ് അല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീകൾക്ക് പൊതുവെ ഒരു വലിയ സ്വാധീനം നിതീഷ് കുമാറിനോടുണ്ട്. എന്താണെന്ന് അറിയാം, താല്പര്യമുണ്ട്. ആ താല്പര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ പഠിക്കുന്ന കാലത്ത് തന്നെ 20 കൊല്ലം മുമ്പ് നിതീഷ് കുമാർ ഒരു സ്വന്തം വോട്ട് ബാങ്കിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുത്താണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൈക്കിൾ കൊടുക്കുക, നിരവധി മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്ന വലിയ ക്ഷേമ പ്രവർത്തനങ്ങൾ നേരത്തെ മുതൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ 20 കൊല്ലം മുമ്പ് ഒരു 15ാം ക്ലാസ് വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് 35 വയസ്സുള്ള വീട്ടമ്മയാണ്. അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് ഈ 10,000 രൂപ കൂടി എന്ത് ചെയ്യുന്നത്, ചെല്ലുന്നത് എന്നുള്ളത് ഷിബിലി മനസ്സിലാക്കണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ ഷിബിലി, ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഷിബിലി ചോദിച്ചില്ല എങ്ങനെയാണത് പറഞ്ഞതെന്നുള്ളത്. യഥാർത്ഥത്തിൽ സി വോട്ടറിൻ്റെയൊക്കെ സർവേ നടത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ യശ്വന്ത് ദേശ്മുഖ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത് സ്ത്രീകൾ കൂടുതൽ ഒരു 2-3% പേർ കൂടുതലായിട്ട് വോട്ട് ചെയ്താൽ വലിയ നേട്ടം അവിടെ NDA മുന്നണിക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ അതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം. കാരണം സ്ത്രീകൾ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് വന്നാൽ, കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒരു 2%-3% സ്ത്രീകൾ അവിടെ കൂടുതലായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തവണ അവിടെ എത്രയാണ് സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ളതെന്ന് അറിയാമോ? 8.7% ആളുകൾ കൂടുതലായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുരുഷന്മാർ വോട്ട് ചെയ്തത് 2,51,00,000 അപ്പോൾ സ്ത്രീകൾ വോട്ട് ചെയ്തത് 2,51,00,000, പുരുഷന്മാർ വോട്ട് ചെയ്തത് 2,47,00,000. ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, യഥാർത്ഥത്തിൽ അവിടെ വോട്ടേഴ്സ് ഉണ്ടല്ലോ, ഒരു 40 ലക്ഷത്തോളം വോട്ടേഴ്സ് അവിടെ കൂടുതലാണ്. 3,54,51,00,000 വോട്ടേഴ്സാണ് വനിതകളുള്ളത്. അതേസമയം മറ്റേ പുരുഷന്മാരുള്ളത് 3,93,00,000 എന്ന് പറഞ്ഞാൽ ഒരു 40-43 ലക്ഷം പുരുഷന്മാരോ കൂടുതലുള്ളപ്പോഴും കൂടുതൽ വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്ന ആരാണ്? സ്ത്രീകളാണ്. അപ്പോൾ അത് വലിയ തോതിലുള്ളൊരു സ്വീപ്പ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ ഗുണം ഉണ്ടാവും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മുന്നണികളുടെ ഒരു അവിടെ ജാതി രാഷ്ട്രീയത്തിൻ്റെ കൂടാണ് ബീഹാർ എന്ന് പറയുന്നത്. അവിടെ യഥാർത്ഥത്തിൽ 1989 കോൺഗ്രസ് പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസ് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് 67-ലും 77-ലും ഒക്കെ അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അതിനുശേഷം കോൺഗ്രസ് അവിടെ ഏതാണ്ട് അടിമുടി തകർന്നിരിക്കുകയാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ആണ് കോൺഗ്രസിനെ കുറിച്ച്. അതുകൊണ്ട് നമ്മൾ നിൽക്കട്ടെ. കോൺഗ്രസ് ആകുന്നിരിക്കുകയാണ്. കോൺഗ്രസ് കഴിഞ്ഞ തവണ RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു, 75 സീറ്റുകളായിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു സ്ട്രൈക്ക് റേറ്റ് കൂടുതലുള്ളത് ആർക്കാണ്? BJPക്കാണ്. കാരണം BJP കുറഞ്ഞ സീറ്റിൽ മത്സരിക്കുകയും കൂടുതൽ സീറ്റിൽ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 74 സീറ്റ് ജയിച്ചു. പക്ഷേ ഇവർ അതിനേക്കാളൊക്കെ 10-40 സീറ്റുകൾ കൂടുതൽ മത്സരിച്ചിട്ടാണ് RJD
ഇത്തരം സീറ്റുകൾ ജയിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു മുന്നണികളുടെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ RJDയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPI ML മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലിബറേഷൻ എന്ന് പറഞ്ഞ പാർട്ടിയും CPIയും CPMഉം അതുപോലെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയും ഇന്ത്യൻ ഇൻക്ലൂസീവ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയൊക്കെയാണ് ഈ മഹാഗഠബന്ധൻ എന്ന് പറയുന്ന സഖ്യത്തിലുള്ളത്. ഇവർക്ക് യഥാർത്ഥത്തിൽ എല്ലാവർക്കും സമാഹരിക്കാൻ കഴിയാവുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം യാദവ കോമ്പിനേഷനുള്ള വോട്ടുകളാണ്. അതിനപ്പുറത്തേക്ക് സമാഹരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടുത്തെ UDFനൊക്കെ അത്തരത്തിൽ ജാതിപരമായ ഒരു സമവാക്യമുണ്ട്, സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതേപോലെ അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഒരു അലയൻസ് ആണ് NDA എന്ന് പറയുന്ന സഖ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BJP ആണ്. BJP എന്ന് പറഞ്ഞാൽ സവർണർ, ഭൂമിഹാറുകൾ, രജപുത്രർ ഇത്തരത്തിലുള്ള ആളുകളുടെ മുഴുവൻ വോട്ടുകൾ കിട്ടും. അവിടെ ജാതി നോക്കി മാത്രമാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ജനതാദൾ യുണൈറ്റഡ് ആണ്, നിതീഷ് കുമാർ. അതായത് യാദവരല്ലാത്ത ബാക്കിയുള്ള അതർ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ എല്ലാ വോട്ടുകൾ നിതീഷ് കുമാറിന് കിട്ടും. അതേപോലെ LJP അതായത് ലോക് ജനശക്തി പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി, ഈ പാർട്ടി ഇപ്പോൾ 29 സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ആ 29 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ അവർക്കിപ്പോൾ 22 സീറ്റുകളാണ് ഇപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്. ലോക് ജനശക്തി പാർട്ടിയിൽ 21 സീറ്റുകളാണ് ഇപ്പോൾ ഏറ്റവും അപ്ഡേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ. അപ്പോൾ അത്തരത്തിൽ 21-22 സീറ്റുകളിൽ അവർ ജയിക്കാൻ പോവുകയാണ്. ഈ ലോക് ജനശക്തി പാർട്ടി അവിടെയുള്ള പട്ടികജാതി വർഗ്ഗക്കാരെ എല്ലാവരെയും തന്നെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന പാർട്ടിയാണ്. പിന്നെ അടുത്തത് ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച. അത് ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടിയാണ്. യഥാർത്ഥത്തിൽ ആദിവാസികളടക്കം മഹാദളിതരായിട്ടുള്ള ആളുകളടക്കം നിരവധി വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന പാർട്ടിയാണ്. പിന്നെ രാഷ്ട്രീയ ലോക് മോർച്ച എന്ന് പറയുന്ന ഉപേന്ദർ കുശ്വാഹിൻ്റെ പാർട്ടി. അപ്പോൾ ഇത്തരം പാർട്ടികളിലൂടെ എല്ലാം തന്നെ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മൾ അറിയേണ്ടത് ഇത്തരത്തിലുള്ള വോട്ടുകൾ മൊത്തം സമാഹരിക്കാൻ കഴിയാവുന്ന ഒരു സോഷ്യൽ ഈ പറഞ്ഞ ബാലൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ജാതികളുടെ കാര്യത്തിൽ ഉണ്ട്. അതിപ്പുറത്ത് ഇല്ല. അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇതുകൂടാതെയും ഇപ്പം 125 യൂണിറ്റിൽ താഴെയുള്ള ആളുകൾക്ക് വൈദ്യുതി കൊടുക്കുന്നു. അങ്ങനെ നിരവധി പരിപാടികൾ നിതീഷ് കുമാർ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. നിതീഷ് കുമാർ യഥാർത്ഥത്തിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് കേട്ടോ. അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് തുറന്നു വന്നൊരു കാര്യമുണ്ട്. BJP ആയിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. BJP ഇപ്പം 92 സീറ്റുകളിലേക്ക് അവിടെ അധികാരത്തിൽ വരാൻ പോണേ. 92 സീറ്റുകളിലേക്ക് BJP അധികാരത്തിൽ വരാൻ വന്നാൽ BJP അത്രമാത്രം സംഘടനാപരമായ അവിടെ സ്ട്രോങ് ആണ്. അതേസമയം ബാക്കിയുള്ള പാർട്ടികൾക്കൊന്നും ആ സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ ഇത് തകർന്നടിയും എന്ന് ഞാൻ വിചാരിച്ചത്. ബാക്കിയുള്ള എക്സിറ്റ് പോളുകളൊക്കെ വന്നപ്പോഴും ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു, ഞാൻ ഇവിടെയാണോ ക്രൈമിലാണോ എന്ന് അറിയില്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു എക്സിറ്റ് പോളുകളൊക്കെ കവച്ചു വെക്കുന്നൊരു വിജയം ഉണ്ടായാൽ പോലും അത്ഭുതപ്പെടാനില്ല. കാരണം എക്സിറ്റ് പോളുകൾ പറഞ്ഞത് മാക്സിമം 170 സീറ്റുകൾ 169 സീറ്റുകളാണ്. ഇത്ര വലിയ തകർച്ച ഇവർക്കും പറഞ്ഞിരുന്നില്ല. ഇവർക്കിപ്പോൾ യഥാർത്ഥത്തിലുള്ളത് ഷിബിൽ അറിയേണ്ടത് ഏതാണ്ട് 37 സീറ്റുകളാണ്, 36-37 സീറ്റുകളാണ് ഈ മഹാഗഠബന്ധന് ഉള്ളത്. പിന്നെ കോൺഗ്രസ് അവിടെ യഥാർത്ഥത്തിൽ ഒരു 9% വോട്ട് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന്. പക്ഷേ ഷിബിലി അറിയേണ്ടത് യഥാർത്ഥത്തിൽ അവിടെ ഒരു 5% പോലും വോട്ടില്ലാത്ത പാർട്ടിയാണ്. വെറുതെ കഴിഞ്ഞ തവണ 2015 അവർ 41 സീറ്റ് മത്സരിച്ചു, 27 ജയിച്ചു. കഴിഞ്ഞ തവണ 2020 70 സീറ്റിൽ മത്സരിച്ചു, 19 സീറ്റിൽ ജയിച്ചു. 2025 61 സീറ്റിൽ മത്സരിച്ചു, 4 സീറ്റിൽ ജയിച്ചു. ഇപ്പം 4 സീറ്റാണ് ഇപ്പോൾ കിട്ടാൻ പോണത്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ ഇതുകൊണ്ട് വലിയൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് കേട്ടോ. വലിയൊരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അത് പറയാതിരിക്കാൻ പറ്റില്ല. ലോക് ജനശക്തി പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റേ ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഉണ്ടല്ലോ, ഈ പാർട്ടി മാത്തമാറ്റിക്കൽ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ ഇവർ ജയിച്ചിരിക്കണേ. എന്താ കാര്യം എന്ന് അറിയോ? കഴിഞ്ഞ തവണ മഹാഗഠബന്ധനും NDA തമ്മിലുള്ളത് 11,150 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഓക്കെ, ഷിബിലിക്ക് അറിയാമല്ലോ അത് കൃത്യം. അവർ ആ സഖ്യത്തിലേക്ക് ഇല്ലാത്തൊരാൾ ഇത്തവണ സഖ്യത്തിലുണ്ട്. അതാരാണ്? അത് രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയാണ്, ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണ്. ആ ചിരാഗ് പാസ്വാന്റെ പാർട്ടി കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ 135 സ്ഥലങ്ങളിൽ ഒറ്റക്ക് നിന്ന് മത്സരിച്ച് പിടിച്ചത് 23 ലക്ഷം വോട്ടാണ്. 23 ലക്ഷം വോട്ടാണ്. ആ 23 ലക്ഷം വോട്ട് ഇപ്പുറത്തേക്ക് വന്ന് ചേരുകയാണ്. ലോക്സഭയിൽ അവർ പിടിച്ചത് 28 ലക്ഷം വോട്ടാണ്. പക്ഷെ അത് നമ്മൾ കണക്ക് കൂട്ടണ്ട, കാരണം അന്നേരം സഖ്യം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. ലോക്സഭയിലേക്ക് 5 സീറ്റിൽ അവർ വിജയിക്കുകയും ചെയ്തു. അത് പോട്ടെ, ഞാൻ പറഞ്ഞ 23 ലക്ഷം വോട്ട് ഒറ്റക്ക് നിന്ന് പിടിച്ചൊരു പാർട്ടിയാണ്. ഇനി ഇത്തവണ JDUവിൻ്റെ സീറ്റുകൾ വർദ്ധിക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം എന്താണ്? കാരണം കഴിഞ്ഞ തവണ JDUവിൻ്റെ 30-33 സീറ്റുകളോളം കട്ട് ചെയ്തത് ഈ ഒരൊറ്റ പാർട്ടിയാണ്. ആര്? ഈ പറയുന്ന രാംവിലാസ് പാസ്വാന്റെ
പിന്നെ രാംവിലാസ് പാസ്വാൻ മരിച്ചു. ചിരാഗ് പാസ്വാന്റെ പാർട്ടിയാണ് LJP ആണ്, രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയാണ്. അപ്പോൾ ആ ചിരാഗ് പാസ്വാൻ എന്ന് പറഞ്ഞാൽ പാസ്വാൻ സമുദായം തന്നെ മറ്റേ ദളിതരാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കോമ്പിനേഷനും വളരെ കൃത്യമായി വരുന്നൊരു കാര്യമാണ് ഷിബിലി സംഭവിച്ചത്. ഇപ്പോൾ ഈ റിസൾട്ട് വന്നത് മുതൽ കോൺഗ്രസ് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ജയിച്ചു എന്നും അതുപോലെ RJD പറയുന്നത് വോട്ടെടുപ്പിൽ തിരിമറി നടന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? RJD അത്ര വ്യക്തമായി പറഞ്ഞിട്ടില്ല ഷിബിലി. പറഞ്ഞേക്കണത് യഥാർത്ഥത്തിൽ CPI-ML എന്ന് പറയുന്ന, അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, അവരുടെ ലിബറേഷൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ലിബറേഷൻ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട് അവിടെ. അവർ യഥാർത്ഥത്തിൽ ഇത്തവണ സീറ്റുകൾ വളരെ കുറവാണ് അവർക്ക് വന്നേക്കുന്നത്. കാരണം അവർ കഴിഞ്ഞ തവണയൊക്കെ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പിടിച്ചാണ് ഇപ്പോൾ 2 സീറ്റിൽ അവർ ചെയ്തുള്ളൂ. അദ്ദേഹം പറഞ്ഞേക്കണത് ഒരു കാര്യമുണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ പുറത്ത് പറഞ്ഞേക്കണത് അവിടെ ആകെയുള്ളത് 7,45,00,000 വോട്ടേഴ്സാണ്. അപ്പോൾ അതിനേക്കാൾ പോൾ ചെയ്തിട്ടുള്ള ആ വോട്ടേഴ്സിനേക്കാൾ കൂടുതൽ 3 ലക്ഷത്തോളം വോട്ടുകൾ പോൾ ചെയ്തു എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ കാര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അത് പിന്നീട് അന്വേഷിക്കപ്പെട്ടെ. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, കോൺഗ്രസ് ഈ വർത്താനമൊന്നും പറഞ്ഞിരുന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. കോൺഗ്രസിൻ്റെ ഇപ്പോൾ രമേശ് ചെന്നിത്തലടക്കം കോൺഗ്രസ് നേതാക്കളടക്കം വന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ജയിച്ചു എന്നൊക്കെയാണ്. അതൊന്നും ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല ഷിബിലി. യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ വോട്ട് ചോരി എന്ന് പറയുന്നൊരു കാര്യം, അതൊന്നും എത്തിക്കാൻ പറ്റുന്നൊരു സ്റ്റേറ്റ് അല്ല ബീഹാർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകൾ ഇപ്പോൾ ഷിബിലേക്ക് ഒന്ന് തന്നെ ആലോചിച്ചു, കേരളത്തിൽ സ്പ്രിംഗ്ലർ വിവാദം എന്ന് പറഞ്ഞൊരു വിവാദം രമേശ് ചെന്നിത്തലയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ നിന്നുള്ള ഡാറ്റ വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി വിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. അതേസമയം സോളാർ വിവാദമൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, ആളുകൾക്ക് മനസ്സിലാവും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമൊക്കെ മനസ്സിലാവും. പക്ഷെ ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നേരത്തെ ഈ വികസനത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു ഡെഡ്ലി, ഞാൻ നേരത്തെ പറഞ്ഞ നോൺ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഡ്ലി കോമ്പിനേഷൻ, അതായത് ഒന്ന് ഈ പറയുന്ന നിതീഷ് കുമാറും അറ്റ് ദ സെയിം ടൈം നരേന്ദ്രമോദിയും ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, അതിനെ മറികടക്കാനുള്ള സ്ട്രെങ്ത് ഒന്നും കോൺഗ്രസിനില്ല. കോൺഗ്രസ്, ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തിരുന്നു, രാഹുൽ ഗാന്ധി പത്രസമ്മേളനം മാത്രം നടത്തിയാൽ പോരാ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, സംഘടന, താഴെത്തട്ടിൽ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കണം. ഇപ്പോൾ രാജേഷ് കുമാർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു PCC പ്രസിഡന്റ് ഉണ്ട്. അവിടെ യഥാർത്ഥത്തിൽ ഷിബിലി സംഘടനയില്ല. പിന്നെ ഈ മഹാഗഡ്ബന്ധൻ്റെ സീറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ എന്താണ് കണ്ടിട്ടുള്ളത്, അതായത് 11 സീറ്റുകളിൽ സൗഹൃദ മത്സരമായിരുന്നു. മനസ്സിലായി, 2-3 സീറ്റുകളിൽ CPI-യും CPM ഒക്കെ മത്സരിക്കുന്നു, ഇടതുപക്ഷം മത്സരിക്കുന്നു, പിന്നെ ഇവർ തമ്മിലൊക്കെ മത്സരിക്കുന്നത്. പിന്നെ മധുബൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ സ്ഥാനാർത്ഥി വന്നിട്ട് കോടികൾ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ എനിക്ക് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഷട്ടക്കൂരി വലിച്ചെറിഞ്ഞ് റോട്ടിൽ കിടന്ന് വരെ എന്ത് ചെയ്തു, വരെ കിടന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അലറി വിളിക്കുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ ജനങ്ങളിലേക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ ഒരു KPCC സെക്രട്ടറി ലതിക സുഭാഷ് പോയിട്ട് എന്ത് ചെയ്തു, KPCC ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് മുടി പൊട്ടയടിച്ചത് നിങ്ങൾക്ക് എന്തുണ്ടോ ഓർമ്മയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അത് ജനങ്ങളെ വല്ലാതെ എഫക്റ്റ് ചെയ്യും. അതോടൊപ്പമാണ് ഷിബിലി അറിയേണ്ടത്, 1,21,00,000 പേർക്ക് 10,000 രൂപ കൊടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു. അതുകൊണ്ട് സ്ത്രീകൾ വോട്ട് ചെയ്തു എന്ന് ഉറപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു ഷിബിലി ഘനഗംഭീരമായിട്ടുള്ള വിജയം ഉണ്ടാവുന്നു. ഇനി ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ 47 ലക്ഷം പേരെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ വലിയ കുറവുകൾ വരുത്തിയിട്ടുണ്ട്. അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ജീവിച്ചിരിക്കുന്നവർ അല്ല എന്ന് പറഞ്ഞൊക്കെ ഒഴിവാക്കിയവർ ജീവിച്ചിരിക്കുന്ന 7ഓളം പേരെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടാണ് ഈ പരാജയം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പ്രധാനപ്പെട്ട കാര്യം അവിടെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വലിയ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് ഈ പറയുന്ന RJD അടക്കം നേരിടാൻ പോകുന്നത്. കാരണം ഇനി അധികാരത്തിലില്ലാത്ത RJD എത്ര കാലം തേജസ്വി യാദവ് പിടിച്ചിരുന്നു, തേജസ്വി യാദവ് പിടിച്ചിരിക്കുമായിരിക്കും. പക്ഷേ കോൺഗ്രസ് അതീവ ദുർബലമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതെല്ലാം കൂടിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ കൃത്യമായിട്ട് നമ്മുടെ NDA വലിയ ഭൂരിപക്ഷത്തിലേക്കും കോൺഗ്രസ് അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡ് മഹാഗഡ്ബന്ധൻ തോക്കുകയും ചെയ്തത്. അതിന് മറ്റ് കാരണങ്ങളൊക്കെ കണ്ടെത്താം, പക്ഷേ യഥാർത്ഥ കാരണങ്ങൾ കൂടി കണ്ടെത്തി പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ വലിയ തലവേദനയാണ്.